ഹലോ, ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളിയായിട്ടുള്ള അതുപോലെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാനും പറ്റുന്ന രണ്ട് കിടിലൻ പോളയുടെ റെസിപ്പീസ് ആട്ടോ ഷെയർ ചെയ്യാനായി പോകുന്നത്. ഉണ്ടാക്കിയെടുക്കാൻ രണ്ടും സിമ്പിളായിട്ടുള്ള ഐറ്റംസ് ആണ്. അപ്പോൾ ഇത് രണ്ടും എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് മക്രോണി പോളയാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ മക്രോണി പോള എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ട് ചിക്കൻ വേണം. അപ്പോൾ ചിക്കൻ ഞാൻ ഇവിടെ ബ്രസ്റ്റ് പീസ് എടുത്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാട്ടോ ചെയ്തിട്ടുള്ളത്. ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു മസാല റെഡിയാക്കി എടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നോർമൽ രീതിയിൽ ചിക്കൻ പൊരിച്ചിട്ട് കൈവച്ചിട്ട് പിച്ചെടുത്താലും മതി. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ നല്ലൊരു കാണാനും ഭംഗിയുണ്ടാവും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും. അപ്പോൾ അതിലേക്ക് ചെറിയൊരു മസാലയൊക്കെ ഒന്ന് പുരട്ടി വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ള ചിക്കന് ഒരു 200 ഗ്രാമാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്കിതിലേക്ക് കോൺഫ്ലവർ 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ആവശ്യത്തിനുള്ള ഒരു നുള്ള ഏകദേശം ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. ആ ഒരു സമയം നമുക്ക് മക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെള്ളവും അതുപോലെ കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓയിലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതാ ഈ ഒരു ചെറിയ സൈസിലുള്ള മക്രോണിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേറ്റിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകരുത് കേട്ടോ മക്രോണി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു പാകത്തെ വേവ് ഒരു 90% 80% കുക്കായി വരുമ്പോൾ നമുക്കതിന് ഊറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, വെന്ത് കുഴഞ്ഞു പോകരുത്. ഇതിപ്പോൾ കറക്റ്റ് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു ലെവലിലാവുമ്പോൾ നമുക്ക് എടുക്കണം കേട്ടോ. ഇതിലേറെ ഓവർ ആവരുത്. എന്നിട്ട് നമുക്കിതൊരു സ്ട്രൈനറിലിട്ടിട്ട് ഒന്ന് ഊറ്റിയെടുക്കാം. എന്നിട്ട് കുറച്ച് മുകളിൽ നല്ലൊരു ഫ്രഷ് വാട്ടർ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കഴുകിയെടുത്താൽ മതി. അപ്പോൾ പരസ്പരം ഒട്ടിപ്പിടിക്കൊന്നുമില്ല. ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പം ഒരുപാട് അങ്ങ് വെന്ത് പോയാൽ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ആ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പാൻ ചൂടായതിന് ശേഷം. എന്നിട്ട് ഈ ചിക്കൻ നമുക്ക് ഓരോ പീസായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഓയിലിൽ ഞാനിവിടെ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഞാൻ എല്ലാം ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഓയിൽ ചെയ്തെടുത്താലും മതി. ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയിട്ട് വരും. തിരിച്ചു മറിച്ച് വിട്ടിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വരുമ്പോഴേക്കും ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വരും. ഫ്രൈ ആയതിന് ശേഷം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്നത് കോരിയെടുക്കാം. എന്നിട്ട് ഈ സെയിം വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ ഫില്ലിങ്ങും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തതാണ് കേട്ടോ. അത് ഈ ഒരു ഓയിലിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പെട്ടെന്ന് വഴന്ന് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. അതിനുശേഷം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അതും ഇതിലേക്ക് ചേർത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു റോ സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയതിന് ശേഷം ചെറിയൊരു ക്യാപ്സിക്കം പൊടിയായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ക്യാപ്സിക്കത്തിൻ്റെ ടേസ്റ്റ് കൂടി വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും കേട്ടോ നമ്മുടെ ഒരു മസാലയ്ക്ക്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും ചേർക്കുന്നുണ്ട്. അപ്പം പച്ചമുളകൊക്കെ നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവുണ്ട് കേട്ടോ. പിന്നെ നിങ്ങൾക്ക് അതിലേറെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില, ഒരു 3 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കണം. വലിയ തക്കാളിയൊന്നും വേണ്ട, ചെറുത് മതി. വലുതാണെങ്കിൽ 1/4 പകുതി മതി. അതെല്ലാം കൂടെ ഇതിൽ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക. ഒരുപാട് ഹെവി മസാലകളൊന്നും അല്ല കേട്ടോ നമ്മളിതിലേക്ക് ചേർക്കുന്നത്. അതുകൊണ്ട് തന്നെ സിമ്പിൾ വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ച് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പോളയാണ്. അപ്പോൾ അതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടിയും 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ നമുക്ക് ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത്യാവശ്യം എരിവ് ഇതിന് തന്നെ ഉണ്ടാവും. അപ്പോൾ പച്ചമുളക് 1 തന്നെ മതിയാവും കേട്ടോ. എന്നിട്ട് അതിൻ്റെ എല്ലാം റോസ്മെല്ല് മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം ഞാൻ കുറച്ച് വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു ടേബിൾ സ്പൂണോളം വെള്ളം. ആ ഒരു മസാല ഒരു സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്, ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അതിലേക്ക് ചിക്കനും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ആ ചിക്കനൊക്കെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും മതി. പിന്നെ നമുക്കിതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം. മല്ലിയില ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ മക്രോണ ചേർത്തിട്ട് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഞാൻ മക്രോണ ചേർത്തിട്ടാണ് കേട്ടോ മല്ലിയില ചേർത്ത് കൊടുക്കുന്നത്. അപ്പം അതൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മക്രോണ ഇതിലേക്ക് കംപ്ലീറ്റ് ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഈ ഒരു മസാലയും ആ മക്രോണിയും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തേക്കും മക്രോണിയുടെയൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒരു മസാല എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒരു മക്രോണിയും ഒരു മസാലയൊക്കെ ഒന്ന് കമ്പൈൻ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുക. കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. അത് ഞാനിപ്പോൾ ഇവിടെ 5 മുട്ട എടുക്കുന്നത് നമ്മളിപ്പോൾ എടുത്തിട്ടുള്ള ഈ മക്രോണിയുടെയും ഒക്കെ അളവിനനുസരിച്ച് ാണ്ടോ. അപ്പോൾ നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ 5ഉം ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ഒരു നുള്ളു ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ഒരു മസാല ഉണ്ടല്ലോ, മക്രോണി മസാല, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതായും പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് പാനിൽ ഒഴിച്ച് ചുട്ടെടുക്കുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പോളയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യായിരിക്കും ഒന്നുകൂടെ ബെറ്റർ. ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു പാൻ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. എല്ലാ ഭാഗത്തേക്കും ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കും. ഒരുപാട് ഓയിൽ വേണ്ട കേട്ടോ, കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തേക്കും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുകൾ ഭാഗമൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കട്ടോ. പിന്നെ അടി പിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അടിയിലൊരു പാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു പാന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്ത ശേഷം നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുത്താൽ മതി. ഓരോ ഫ്ലെയിമിനനുസരിച്ച് മാറ്റം വരും കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ചെയ്താലും മതി. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും. അപ്പോൾ അതായത് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇനി മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ വേറൊരു പാനിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് കമിഴ്ത്തി കൊടുത്തിട്ട് മുകൾ ഭാഗവും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ഒരു 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. അപ്പോൾ അതിലേക്കൊന്ന് കമിഴ്ത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ പോള റെഡി ആയിട്ടുണ്ട്. അടിഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഇത് ഈ രീതിയിലൊന്ന് ചെയ്താൽ മതി. അപ്പം ഇത് ഞാൻ വേറൊരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. അപ്പം നല്ല ടേസ്റ്റി ആയിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഇഫ്താർ സമയത്തൊക്കെ എല്ലാവർക്കും കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിലുള്ള ഒരു അടിപൊളി പോളയാണ് കേട്ടോ ഈ ഒരു പോള. ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇഫ്താറിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്യുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ നമുക്കിനി അടുത്തൊരു പോളയുടെ റെസിപ്പി, ഇതിലും സിമ്പിളായിട്ടുള്ള മറ്റൊരു പോളയുടെ റെസിപ്പിയാണ് നമ്മളിനി ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോള എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫില്ലിംഗ് ആണ് ആദ്യം റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഒരു പാൻ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്ത ശേഷം അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതും ഫില്ലിങ് നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. അതിലേക്ക് 2 വലിയ സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. 2 വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഹെവി മസാലകളൊന്നുമല്ല, വീട്ടിലുള്ള ഐറ്റംസൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഈ ഒരു പോളയും നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളക് ഇങ്ങനെ റൗണ്ടിൽ കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ഒരു റോസ് സ്മെൽ മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ അതെല്ലാം ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നമുക്കതിലേക്ക് പിന്നെ വേണ്ടത് മല്ലിയില കറിവേപ്പിലയൊക്കെയാണ്. അപ്പോൾ കറിവേപ്പിലയൊക്കെ ഇതിലേക്ക് വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കറിവേപ്പിലയുടെ മല്ലിയിലയുടെയൊക്കെ ഫ്ലേവർ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 തണ്ട് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു ചെറിയൊരു പിടി മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞതുമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ മുളക് പൊടി ചേർക്കുന്നില്ല കേട്ടോ, മുളക് പൊടി ഇല്ലാണ്ട് ഉള്ള ഒരു മസാലയാണ്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ് ചേർക്കുക. അപ്പോൾ ചിക്കൻ മസാലയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബീഫ് മസാലയും ചേർത്ത് കൊടുക്കാം. അതിൻ്റെ ഫ്ലേവർ നല്ലൊരു ടേസ്റ്റ് ആണല്ലോ. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ചേർത്ത് കൊടുത്തു. ഇനി എരിവിന് വേണ്ടിയിട്ട് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കൻ മസാലയിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത എരിവുണ്ടാവും. പിന്നെ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ പച്ചമുളകും ചേർത്തല്ലോ, ഒരു 1/2 ടീസ്പൂണാണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് റെഡിയായി. വളരെ സിമ്പിളായിട്ടുള്ള ഫില്ലിങ് അല്ലേ, കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ ഒരു ഫില്ലിങ്. അപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് സിമ്പിളായി തോന്നുമെങ്കിലും കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട്
ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാനിനനുസരിച്ചാണ് കേട്ടോ ബാറ്റർ അളവൊക്കെ എടുക്കേണ്ടത്, മൈദയുടെ അളവൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ 1.5 കപ്പ് മൈദ ഈ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 2 കപ്പ് മൈദ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒരു മുട്ട തന്നെ എടുത്താൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു നുള്ളു ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ബാറ്ററിൻ്റെ സിമ്പിളായിട്ടുള്ളൊരു ബാറ്ററാണ്. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് അങ്ങ് ഓയിലാക്കണ്ട, അത് കരിഞ്ഞു പോകും ഒരുപാട് കൂടിപ്പോയാൽ. എന്നിട്ട് നമുക്ക് ഈ ഒരു ബാറ്ററിൻ്റെ പകുതി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ ബാറ്റർ ഒഴിക്കുന്ന സമയത്ത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ കഴിയില്ല. ഹൈ ഫ്ലെയിമിലൊക്കെ ഇട്ട് കൊടുത്താൽ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാൻ കഴിയില്ല കേട്ടോ. അപ്പോൾ അതൊന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ള എല്ലാ മസാലയും ഇതിൻ്റെ മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക കേട്ടോ. മസാല കംപ്ലീറ്റ് നിരത്തി വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മസാലയിലേക്ക് ചിക്കനോ ബീഫോ ഒക്കെ ഇട്ട് കൊടുക്കാം. അപ്പം ഞാനിവിടെ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ബീഫോ ചിക്കനൊക്കെ വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലായിട്ട് 3 മുട്ട ഞാൻ ഇതുപോലെ ഇങ്ങനെ റൗണ്ടിൽ സ്ലൈസ് ചെയ്തെടുത്തതാണ്. അപ്പോൾ ആ 3 മുട്ടയും എല്ലാ ഭാഗത്തേക്കും ഒന്ന് വെച്ച് കൊടുക്കുകയാണ്. ചെറിയ തീയിലാണ് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി വരുന്ന ഒരു പോളയാണ്. അപ്പോൾ കംപ്ലീറ്റ് അത് വെച്ച് കൊടുത്ത ശേഷം അതിൻ്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ബാറ്റർ കംപ്ലീറ്റ് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കുക കേട്ടോ. തക്കാളി റൗണ്ടിൽ കട്ട് ചെയ്തതോ ക്യാപ്സിക്കോ അതല്ലെങ്കിൽ മല്ലിയിലയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല, കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല, പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 8 മിനിറ്റ്, ഞാൻ ഇപ്പോൾ അടിയിൽ പാനൊന്നും വെച്ചിട്ടില്ല. നിങ്ങൾക്ക് ധൈര്യം ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകുന്നുള്ള പേടി ഉണ്ടെങ്കിൽ അടിയിൽ പാനൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു 8 മിനിറ്റ് കൊണ്ട് തന്നെ എൻ്റേത് ഇവിടെ കുക്കായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മുകൾ ഭാഗത്ത് കുറച്ചുകൂടെ ഒന്ന് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഈ ഒരു പാനിലേക്ക് കമഴ്ത്തി കൊടുക്കുകയാണ്. ആ മുകൾ ഭാഗം ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടാടി ഭാഗം ഒന്നും കരിഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇത് എൻ്റേത് അത്യാവശ്യം വലിയ വീതിയുള്ള ഒരു പാനായതുകൊണ്ട് തന്നെ വലിയ കട്ടിയില്ലാണ്ട് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള പോളയായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ അടിഭാഗവും ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊരു വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നേരത്തെ കാണിച്ച മക്രോണി പോളയിലാറ് സിമ്പിളല്ലേ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വളരെ പെട്ടെന്നൊക്കെ തയ്യാറായി, എന്ത് സ്നാക്കില്ല, നോമ്പ് തുറക്കുന്ന സമയത്ത് സ്നാക്ക് ഉണ്ടാക്കിയിട്ടൊന്നുമില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പോളയാണ്. ഇത് കഴിക്കുന്ന സമയത്ത് നമുക്കൊരു പഫ്സൊക്കെ ഉണ്ടല്ലോ, പഫ്സിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പം എന്തായാലും നിങ്ങൾ ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാനിതാ ഇങ്ങനെ സ്ക്വയറിലാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് ഇരിക്കുന്നതെന്ന്. ഇതിൻ്റെ കട്ട് ചെയ്തിട്ടുള്ള ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പം ഒരുപാട് മസാലകളോ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല, സിമ്പിളായിട്ടുള്ള വീട്ടിലുള്ള ചേരുവകൾ തന്നെയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്തൊരു ദിവസം കാണാം. അതുവരേക്കും ബൈ. Thank you.